ഹായ് എവരിവൺ, എല്ലാവർക്കും ഇടുക്കിക്കാരി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് നല്ലൊരു പായസമാണ്. നമ്മുടെ ഈ വർഷത്തെ ഓണക്കിറ്റിൽ കിട്ടിയിട്ടുണ്ടായിരുന്ന ഉണക്കലരി വെച്ചിട്ടാണ് നമ്മൾ ഈ പായസം ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണക്കലരി ഉപയോഗിച്ചിട്ട് പായസമൊക്കെ ഉണ്ടാക്കിയിട്ട് അരി തീർന്നിട്ടുണ്ടാവും. ഇനി ആരുടെയെങ്കിലും വീട്ടിൽ അരി മിച്ചം ഇരിപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് കണ്ടിട്ട് തയ്യാറാക്കി നോക്കുക. പായസം ഉണ്ടാക്കുന്നതിനായിട്ട് നമുക്ക് കിറ്റിൽ കിട്ടിയിരുന്ന 1/2 കിലോ അരി ഞാൻ മുഴുവനായിട്ടും എടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് കഴുകി വാരി വൃത്തിയാക്കി എടുക്കണം. അതിനുശേഷം നമുക്ക് കുക്കറിലോട്ട് ഇട്ടിട്ട് ഇത് വേവിച്ചെടുക്കണം. കഞ്ഞിയുടെ പാകത്തിലാണ് കേട്ടോ ഇത് വേവിച്ചെടുക്കേണ്ടത്. കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാനിതൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 5 ലിറ്ററിൻ്റെ കുക്കറിൽ അതിൻ്റെ പകുതിയോളം വെള്ളവും എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, കഞ്ഞിയുടെ പാകത്തിലാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രത്തോളം വെള്ളം ഒഴിച്ചിരിക്കുന്നത്. ഇനി ഇതിൻ്റെ അടപ്പ് കൊണ്ട് അടച്ചു വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. തീ കുറച്ചിട്ടിട്ട് വേവിച്ചെടുക്കണം. അതായത് സിമ്മിലിട്ടിട്ടാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത്. 3-4 വിസിൽ വരെ അടിക്കണം. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. അരി വെന്ത് വരുമ്പോഴത്തേന് ശർക്കര പാനി തയ്യാറാക്കിയെടുക്കണം. ഞാനിവിടെ 1.25 കിലോ ആണ് ശർക്കര എടുത്തിരിക്കുന്നത്. ഇതൊന്ന് ചെറിയ കഷ്ണങ്ങളായിട്ട് പൊട്ടിച്ചെടുത്തതിന് ശേഷം ഒരു ചെരുപ്പത്തിലോട്ട് ഇട്ടിട്ട് ഉരുക്കിയെടുക്കാനായിട്ട് പോവാണ്. ഇത്രയും മധുരം ഉപയോഗിക്കില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ 3/4 കിലോ അല്ലെ 1 കിലോ ഒക്കെ ശർക്കര ഉപയോഗിച്ചാൽ മതിയാവും. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വ്യത്യാസപ്പെടുത്തുക കേട്ടോ. അപ്പോൾ ഇനി ഇതിലോട്ട് പച്ചവെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് ഉരുക്കിയെടുക്കുന്നതിന് ഞാനിവിടെ 1.5 ലിറ്റർ വെള്ളം ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഉരുക്കിയെടുക്കുന്നത്. കാരണം കൂടുതൽ വെള്ളത്തിൽ ഉരുക്കിയെടുത്തില്ലെന്നുണ്ടെങ്കിൽ അരി വെന്ത് കഴിയുമ്പോഴത്തേന് ശർക്കര പാനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് ആവശ്യത്തിന് കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ വെള്ളം എടുത്തിട്ട് ഇത് ഉരുക്കിയെടുക്കുന്നത്. ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൂടി കൊടുക്കുക. അതിനുശേഷം നമുക്കിത് തിളച്ച് വരുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ശർക്കരയെല്ലാം നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുകളിൽ കാണുന്ന ഈ പത കൂടി ഒന്ന് മാറ്റിയെടുക്കണം. ഇതിൻ്റെ മുകളിലുള്ള ഈ പത പോലുള്ള ഇതിൻ്റെ മാലിന്യം തന്നെയാണ്. അപ്പോൾ നമുക്കിതും കൂടി മാറ്റിയെടുക്കണം. അതിനായിട്ടൊരു സ്പൂണും കൊണ്ട് ഇതുപോലെ സാവകാശം കോരി മാറ്റുക കേട്ടോ. അപ്പോൾ അതിലെ പതയൊക്കെ മാറ്റിക്കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലാണ് നമ്മുടെ ശർക്കര പാനി കിട്ടിയിരിക്കുന്നത്. തേങ്ങാപ്പാൽ എടുക്കുന്നതിനായിട്ട് ഞാനിവിടെ 2 വലിയ തേങ്ങയാണ് കേട്ടോ ചിരണ്ടി എടുത്തിട്ടുള്ളത്. ഇതിൽ നിന്ന് ഒരു വലിയ ഗ്ലാസ് 1-ാം പാലും അതുപോലെ തന്നെ 2.5 ഗ്ലാസ് 2-ാം പാലുമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 3-ാം പാല് ഞാനിവിടെ എടുക്കുന്നില്ല കേട്ടോ. ശർക്കരപ്പാനിയും തേങ്ങാപ്പാലും ഒക്കെ റെഡിയാക്കിയപ്പോഴത്തേനും നമ്മുടെ ചോറും വെന്ത് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. കഞ്ഞിയുടെ പാകത്തിൽ തന്നെ ഇത് വേവിച്ചെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ കുക്കറിനുള്ളിലെ പ്രഷർ പോയതിന് ശേഷം മാത്രം ഇതിൻ്റെ അടപ്പ് തുറന്നാൽ മതി കേട്ടോ. ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് അരിച്ചു വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കൂടുതൽ തന്നെ ശർക്കരപ്പാനി തീർച്ചയായിട്ടും ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ അരിയുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാനുള്ള ആവശ്യത്തിനുള്ള പാനി കിട്ടത്തുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം കൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഇതുപോലെ ഒരു തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. ശർക്കരപ്പാനി കൂടുതലുണ്ടെങ്കിൽ മാത്രമേ ഇതുപോലെ നല്ല ലൂസായിട്ട് നമുക്ക് ഈ ഒരു സമയത്ത് കിട്ടുകയുള്ളൂ. അതുകൊണ്ടാണ് കൂടുതൽ ശർക്കരപ്പാനി ഉണ്ടാക്കിയെടുക്കണമെന്ന് ഞാൻ പറഞ്ഞത്. ശർക്കര മേടിക്കുന്ന സമയത്ത് ഡാർക്ക് കളറിലുള്ള ശർക്കര മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ പായസം റെഡിയായി കഴിയുമ്പം നല്ല ഡാർക്ക് കളറിലുള്ള പായസവും നമുക്ക് കിട്ടും. അപ്പം മറയൂർ ശർക്കര പോലുള്ള ശർക്കരയൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പം ഇത് അരിയും ശർക്കരയുമായിട്ട് നല്ലതായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇളക്കി കൊടുത്തുകൊണ്ട് ഒരു 8-10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും ഇതിൻ്റെ കളറൊക്കെ കുറച്ചും കൂടി അങ്ങ് ഡാർക്ക് കളറായിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് കുറുകി വന്നും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പായസം നമ്മൾ കുക്കറിൽ തന്നെയാണ് തയ്യാറാക്കി എടുക്കുന്നത്. ഉരുളി ഒന്നും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഉരുളിയിൽ നമ്മൾ പായസം വയ്ക്കുമ്പോൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത് പോലെ തന്നെ കുക്കറിലും ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. അല്ലെങ്കിൽ തീർച്ചയായിട്ടും അടുക്കി പിടിക്കും. ആ ഒരു കാര്യം കൂടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പം ഞാൻ 1/2 മണിക്കൂറൊക്കെ തീ കുറച്ചിട്ടിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ ഇത് അത്യാവശ്യം നന്നായിട്ട് തന്നെ കുറുകി വന്നിട്ടുണ്ട്. കുറുകി വന്നു കഴിയുമ്പോഴത്തേനും ഇതുപോലെ പൊട്ടുന്നത് കാണാം കേട്ടോ. ആദ്യം തിളയ്ക്കുന്നത് പോലെയല്ല, കുറച്ചും കൂടെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും അതൊരു പൊട്ടുന്ന ഒരു പാകത്തിലോട്ടെത്തും. ആ ഒരു സമയത്ത് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന 2-ാം പാല് ചേർത്ത് കൊടുക്കാവുന്നതാണ്.
ഇനി രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ രണ്ടാം പാൽ നമ്മൾ 2.5 ഗ്ലാസ്സാണ് കേട്ടോ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. ഈ സമയത്ത് നിങ്ങൾക്ക് മൂന്നാം പാൽ ഉണ്ടെന്നുണ്ടെങ്കിൽ മൂന്നാം പാലാണ് ഏറ്റവും ആദ്യമായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ മൂന്നാം പാൽ എടുത്തിട്ടില്ല. അപ്പോൾ നന്നായിട്ട് തന്നെ രണ്ടാം പാൽ ചേർത്തതിന് ശേഷവും ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ശർക്കര പാനി ഒഴിച്ചപ്പോൾ ചെയ്ത പോലെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ട് നന്നായിട്ട് ഇതും ഒന്ന് വറ്റിച്ചെടുക്കണം. ഈ ഒരു സമയത്തെല്ലാം തന്നെ ഫ്ലെയിം മീഡിയത്തിന് താഴെയും സിമ്മിലുമായിട്ടാണ് കേട്ടോ. നമ്മൾ ഈ പായസം ഉണ്ടാക്കുന്ന സമയത്ത് മുഴുവനും ഫ്ലെയിം വെച്ചിരിക്കുന്നത്. ആ ഒരു കാര്യം ഓർക്കണം. അതുപോലെ തന്നെ നമ്മൾ ഉരുളിയിലല്ല പായസം ഉണ്ടാക്കുന്നതെങ്കിലും നമ്മൾ ഇളക്കുന്നുണ്ട്, കൈവിടാതെ ഇളക്കിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതും ഓർമ്മയിൽ വേണം. രണ്ടാം പാൽ ഒഴിച്ചതിന് ശേഷവും ഏകദേശം 30 മിനിറ്റ് സമയത്തോളം ഇളക്കി കൊടുത്തപ്പോഴത്തേനും ഇത് നന്നായിട്ട് ഇതുപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുക. അതിനുശേഷം ഏലക്കയും ജീരകവും ചുക്കും ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് കുറച്ച് പഞ്ചസാര, ഒരു 3 സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സമയത്ത് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലോട്ട് തേങ്ങാക്കൊത്തും കശുവണ്ടിയും മുന്തിരിയൊക്കെ വറുത്ത് ചേർക്കണം. അതിനായിട്ടൊരു ചീനിച്ചട്ടി ചൂടാക്കിയിട്ട് കുറച്ച് നെയ്യ് ഒഴിക്കുക. അതിനുശേഷം അരമുറി തേങ്ങയുടെ പകുതി തേങ്ങ കൊത്തി എടുത്തിട്ടുള്ളത് ഒന്ന് വറുത്തെടുക്കുകയാണ്. ഇതുപോലെ ഇതിൻ്റെ കളറ് നന്നായിട്ട് മാറിക്കഴിയുമ്പോഴത്തേനും നമുക്കിത് കോരിയെടുക്കാം. ഇനി ബാക്കിയുള്ള നെയ്യിലോട്ട് കുറച്ച് കശുവണ്ടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുത്ത് വറുത്തെടുക്കാം. അതുപോലെ കുറച്ച് ഉണക്കമുന്തിരിയും കൂടെ ഈ നെയ്യിലോട്ട് ചേർത്തിട്ട് വറുത്തെടുക്കുക. കശുവണ്ടി മുന്തിരിയൊക്കെ വറുത്ത് വെച്ച് കഴിഞ്ഞിട്ട് നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം ഒന്നും ഓണാക്കിയിട്ടില്ല, നേരത്തെ തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുള്ളതായിരുന്നു. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഇനി ചേർക്കുന്നത് ഏലക്കയും ജീരകവും ചുക്കും കൂടി പഞ്ചസാരയും ചേർത്ത് പൊടിച്ചിട്ടുള്ളതാണ്. വറുത്ത് റെഡിയാക്കി വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും കശുവണ്ടിയും മുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇതെല്ലാം വറുത്തെടുത്ത സമയത്ത് നമ്മൾ ഉപയോഗിച്ച ആ നെയ്യും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക കേട്ടോ. നല്ലൊരു ഫ്ലേവറാണ് ഈ സമയത്ത് നമുക്ക് കിട്ടുന്നത്. നല്ല കിടിലൻ പായസമാണ് നമ്മൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതുപോലെ എല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ പായസം നല്ല കിടിലൻ പായസം റെഡി ആയിട്ടുണ്ട്. ഇനിയും ഉണക്കലരി ആരുടെയെങ്കിലും വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് തയ്യാറാക്കി നോക്കണം. അതുപോലെ തന്നെ ഇനി പായസം ഉണ്ടാക്കാനായിട്ട് ഉരുളിയില്ല എന്ന് വിചാരിച്ചുകൊണ്ട് പായസം ഉണ്ടാക്കാതിരിക്കേണ്ട. ഇതുപോലെ തന്നെ കുക്കറിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസം ഉണ്ടാക്കാവുന്നതാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കുമെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.